അത് ഭാരതീയ വീക്ഷണമാണ്. ആ ജീവചൈതന്യം ചെടികളിൽ ഉണ്ടെന്ന് പറഞ്ഞത് ഭാരതീയരായിരുന്നു. അങ്ങനെ ചെടികളിൽ ഉണ്ടെന്ന് തെളിയിച്ച JC ബോസിനോട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോവാൻ പറഞ്ഞവരായിരുന്നു പാശ്ചാത്യര്. ഇന്നവര് മാറി അവരുടെ പരീക്ഷണങ്ങളിൽ നിന്ന് ഒരു വലിയ കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ പ്രൊഫസർ ഒരിക്കൽ കേരളത്തിൽ വരികയുണ്ടായി. പ്രൊഫസറുടെ പേര് ബാക്സ്റ്റർ കരോലിന. അവരിവിടെ വന്ന് ഒരു പഴയ തറവാട്ടിൽ താമസിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വൈകുന്നേരം മക്കള് സാധാരണ രീതിയിൽ ആ വീട്ടിൽ നാമം ജപിക്കാറുണ്ട്. അങ്ങനെ മദാമ്മ വീട്ടിനകത്തുള്ളത് കൊണ്ട് കുട്ടികൾക്ക് ഉറക്കെ നാമം ജപിക്കാൻ ഒരു വിഷമം. അവര് പതുക്കെ നാമം ജപിച്ചപ്പോ വീട്ടിലെ അമ്മൂമ്മ പറഞ്ഞു, മക്കളെ ഉറക്കെ നാമം ജപിക്കണം, പതിവായിട്ട് അങ്ങനെയല്ലേ ശീലിച്ചത്, ഇന്നെന്താ പതുക്കെ ജപിക്കുന്നത്? അപ്പൊ ബാക്സ്റ്റർ കരോലിന ചോദിച്ചു, എന്തിനാ ഉറക്കെ നാമം ജപിക്കുന്നത്? അപ്പൊ അമ്മൂമ്മ എക്സ്പ്ലെയിൻ ചെയ്തു, ഉറക്കെ നാമം ജപിക്കുന്നത് കൊണ്ട് ഈ നാമം ഏതെല്ലാം ജീവജാലങ്ങളും വൃക്ഷലതാദികളും കേൾക്കുന്നുവോ അവർക്കെല്ലാം മോക്ഷം കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഉറക്കെ നാമം ജപിക്കുന്നത്. ഏതായാലും പ്രൊഫസർ ബാക്സ്റ്റർ കരോലിനയ്ക്ക് ഒരു ഐഡിയ, നമ്മൾ പറയുന്ന വാക്കുകൾ ചെടികൾ സ്വീകരിക്കുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, ചെടികൾക്ക് റെസ്പോൺസ് ഉണ്ടോ എന്നറിയണം. അവര് തിരിച്ച് കാലിഫോർണിയയിൽ പോയി. വളരെ ദിവസം അവരാലോചിച്ചു, ഇത് എങ്ങനെയാ മനസ്സിലാക്കുക, എങ്ങനെയാ പരീക്ഷണം നടത്തുക. അവസാനം അവരൊരു കൺക്ലൂഷനിലെത്തി, കാലിഫോർണിയയിൽ റോസാ ചെടികൾ ധാരാളമായിട്ട് വളരും. അവരുടെ വീടിന്റെ ചുറ്റും 60ഓളം റോസാ ചെടികൾ ഉണ്ടായിരുന്നു. ഈ റോസാ ചെടികളുടെ അടുത്ത് ചെന്ന് ഇവര് പറയുമായിരുന്നു തലോടിക്കൊണ്ട്, നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം, നിനക്ക് മുള്ളിന്റെ ആവശ്യമില്ല, നിന്നെ ആരും ആക്രമിക്കില്ല, നിന്നെ നശിപ്പിക്കില്ല, നിന്റെ പൂവും എടുക്കില്ല, ഞാൻ വാക്ക് തരുന്നു, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാമെങ്കിൽ നിന്റെ മുള്ള് ഇല്ലാതെയാക്ക, ഇനി വരുന്ന പുതിയ പുതിയ കമ്പുകളില് മുള്ളിന്റെ ആവശ്യമില്ല. ഇവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. കേരളീയരായിരുന്നെങ്കിൽ ശങ്കരാചാര്യര് പറഞ്ഞതുപോലെ ആരംഭശൂരാ ഖലു കേരളീയ, ആരംഭശൂരമാണ്. ഒരു 10-12 ദിവസം വരെയും നിനക്ക് മുള്ളൊന്നും ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പിന്നെന്തിനാ മുള്ളു വരുന്നത്, ഞാൻ 12 ദിവസമായല്ലോ പറയുന്നു എന്ന് ചോദിക്കും. ബാക്സ്റ്റർ കരോലിന ഒരു പ്രൊഫസർ അല്ലേ, അവര് സ്ലോ ആയിട്ട് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു ഈ ഉപദേശം ചെടികളോട്. 65 ദിവസം കഴിഞ്ഞപ്പോ 60 ചെടികളിലും അവർക്ക് കാണാൻ സാധിച്ച ഒരു കാര്യം, പുതിയതായി വരുന്ന കമ്പുകളിലൊന്നും മുള്ളില്ല. ഇതൊരു കഥയല്ല, മുള്ളുള്ള ഭാഗവും മുള്ളില്ലാത്ത ഭാഗവും കൂടി അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ന്യൂ സയന്റിസ്റ്റ് എന്ന മാഗസിനില് ആ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചെടികൾ റെസ്പോണ്ട് ചെയ്യുന്നു. സത്യവും അതായിരുന്നു. ഇന്നാണത് തെളിയിക്കപ്പെട്ടത്. 1994 അപ്പോൾ ബോട്ടണി എവിടെ നിൽക്കുന്നു, എൻവയോൺമെന്റൽ സയൻസ് എവിടെ നിൽക്കുന്നു, ഭൂമിശാസ്ത്രം എവിടെ നിൽക്കുന്നു, വായുവിനെ കുറിച്ചുള്ള വീക്ഷണം, ജലത്തെക്കുറിച്ചുള്ള വീക്ഷണം, ജീവനെക്കുറിച്ചുള്ള വീക്ഷണം, തെർമോഡൈനാമിക്സ് വീക്ഷണം, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വീക്ഷണം, അടിവരയിട്ട് പറയാൻ സാധിക്കും ഭാരതീയ ചിന്താധാര എവിടെ അവസാനിച്ചിരിക്കുന്നു അവിടെയാണ് ആധുനിക ശാസ്ത്രത്തിന്റെ വീക്ഷണം നിറഞ്ഞു തുളുമ്പുന്നത്. ഫ്രാൻസുകാർ ഒരു ഗവേഷണം നടത്തി. ഈ ലോകത്തിലുള്ള 210 ആറ്റമിക് റിയാക്ടറുകളും ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. എന്തിനാ ഈ ഹിന്ദുക്കളുടെ ഈശ്വരന്റെ ആകൃതിയിൽ ആറ്റമിക് റിയാക്ടർ ഉണ്ടാക്കുന്നത്? കുരിശിന്റെ ആകൃതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമല്ലേ? അവര് പല പരീക്ഷണങ്ങളിലും 16 വർഷമായിട്ട് നടത്തി. ആറ്റമിക് റിയാക്ടർ ഉണ്ടാക്കാൻ ഒരൊറ്റ സിസ്റ്റം മാത്രമേ സാധിക്കൂ, ശിവലിംഗത്തിന്റെ രൂപം. ശിവലിംഗത്തിന്റെ രൂപത്തിൽ നിന്ന് മാറി ഒരു ആറ്റമിക് റിയാക്ടർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയാണ് ശിവശക്തിയായുക്തോ എന്ന് പറയുന്ന ശിവശക്തിയുടെ ചൈതന്യം, ശിവൻ ഊർജസ്രോതസ്സാണെന്ന് പറയുന്നത്. അവിടെ കൊണ്ട് അവർ അവസാനിപ്പിച്ചില്ല. ഇന്ത്യക്കാര് പ്രത്യേകിച്ച് കേരളീയര് പൂജിക്കുന്ന ഓരോ വിഗ്രഹത്തിനും അവരകലെ മാറി നിന്ന് കിർലിയൻ ഫോട്ടോഗ്രാഫി എടുത്തു. കിർലിയൻ ഫോട്ടോഗ്രാഫിയും സയന്റിഫിക് കാൽക്കുലേഷനും കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി കൺസർവ് ചെയ്യാൻ സാധിക്കുന്ന വിഗ്രഹം
സർപ്പരാജ്ഞി വിഗ്രഹമാണ്. കാടുകളുടെ ഉള്ളില്, വളരെ ഉള്ളിലായിട്ട് മഞ്ഞപ്പൊടി തൂവി ചുവന്ന ചെമ്പരത്തിപ്പൂവ് വെച്ച് കരിക്കിന്റെ വെള്ളവും കുരുത്തോലയും ഒഴിച്ച് മേടം 10-ാം തീയതി നമ്മൾ നടത്തുന്ന 10-ാമുദയത്തിന്റെ സർപ്പബലി നടത്തുന്നില്ലേ? 3 തലയുള്ള സർപ്പത്തിനെ അകത്ത് വെച്ചുകൊണ്ട് ഒരു രാജ്ഞി ഇരിക്കുന്നത്. സർപ്പരാജ്ഞി വിഗ്രഹത്തിന് 37 മടങ്ങ് 23 × 10⁻37 ഗോസ് യൂണിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യാൻ സാധിക്കും. മറ്റൊരർത്ഥത്തിൽ ഉജ്ജ്വല തേജസ്സിന്റെ ഉറവിടമാണ് സർപ്പരാജ്ഞി വിഗ്രഹമെന്ന് അത്യന്താധുനിക ഫിസിക്സ് വിവരിക്കുന്നു. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ചൈതന്യവത്തായ വിഗ്രഹമാണ് ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം. ശിവലിംഗം 23 × 10⁻36 ഗോസ് യൂണിറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യാൻ സാധിക്കുമത്രേ. അതില് എങ്ങനെയാ ഭക്തിയുടെയും പൂജയുടെയും ആത്മീയതയുടെയും മാർഗത്തെ ഫിസിക്സിന്റെ എനർജി കണ്ടന്റ് കൊണ്ട് പറയാൻ സാധിക്കുക? ആത്മീയത ഫിസിക്സ് കൊണ്ട് പറയാൻ സാധ്യമല്ല. വിശ്വാസവും ഫിസിക്സ് കൊണ്ട് പറയാൻ സാധ്യമല്ല. വിശ്വാസ്യതയ്ക്കും ആത്മീയതയ്ക്കും തിരഞ്ഞെടുത്ത ഒരു രൂപം, അത് 100% ശാസ്ത്രീയമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വിവരണം നൽകിയത്. ശിവന്റെ ശക്തി മൈക്രോസ്കോപ്പ് കൊണ്ടും ടെലസ്കോപ്പ് കൊണ്ടും അളക്കാൻ സാധ്യമല്ല. ആ ശക്തി അളക്കണമെങ്കിൽ ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ മതി. അത് കിർലിയൻ ഫോട്ടോഗ്രാഫി കൊണ്ട് അറിയിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ തിരഞ്ഞെടുത്ത രൂപം, ആ ഈശ്വര വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ എടുത്ത രൂപത്തിന് അത്യന്താധുനിക ഫിസിക്സിന്റെ 100% സപ്പോർട്ട് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയായിരുന്നു ഞാനത് പറഞ്ഞത്. ശിവലിംഗത്തിലേക്ക് 24 മണിക്കൂറും ധാരക്കടാരം ഉപയോഗിച്ച് വെള്ളമൊഴിക്കാറുണ്ട്. ശിവലിംഗത്തിനെ പൂജിക്കാൻ പോകുന്ന തിരുമേനിമാര് ആദ്യം തന്നെ ഒരു ധ്യാനമന്ത്രം ചൊല്ലാറുണ്ട്. ബിഭ്രതോർബിക്കുടാരം മൃഗമഭയവരൗ സുപ്രസന്നോ മഹേശ സർവാലങ്കാര ദീപ്തസരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധ്യേയോ മുക്ത പരാഗാമൃതരസകിലദാദ്രിപ്രഭാ പഞ്ചഭദ്ര ത്രക്ഷക്കോടീരകോടിരകടിത തുകിനരോചിഷ്കലാത്തുംഗമൗലി. ഒരു 10 പ്രാവശ്യം ഈ മന്ത്രം മക്കൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റാങ്ക് എങ്കിലും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത്രയും ഉജ്ജ്വലമായ ശിവന്റെ ധ്യാനമന്ത്രമാണ് ഇത്. ശക്തിയുടെ എക്സ്പ്ലനേഷൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ ശിവ. ആ കൺസെപ്റ്റ് അത്രയും ശാസ്ത്രീയമായിരുന്നു. ഭാരതീയർ പ്രതിഷ്ഠിച്ച ഓരോ വിഗ്രഹവും അവിടെ നിന്ന് അടുത്തിറങ്ങിയാൽ മനുഷ്യ ശരീരത്തെക്കുറിച്ച് വീക്ഷണം എന്തായിരുന്നു? മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള വീക്ഷണം 1945 വരെ ഇംഗ്ലീഷുകാർക്ക് അറിയാമായിരുന്നു. ഇറ്റ് ഈസ് എ മെഷീൻ. ഹ്യൂമൻ ബോഡി ഈസ് നത്തിങ് ബട്ട് എ മെഷീൻ. അതൊരു മെഷീനാണ്. കൈ ഉയർത്താൻ പറഞ്ഞാൽ കൈ ഉയർത്തും, കാലുയർത്താൻ പറഞ്ഞാൽ കാലുയർത്തും. അറിയാതെ അവര് ഒരു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. RNA റൈബോ ന്യൂക്ലിക് ആസിഡ്, DNA ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇപ്പുറത്തൊരു പേര് കൂടിയുണ്ട്, മെസഞ്ചർ RNA, മെസഞ്ചർ DNA. ഒരു സൂപ്പർ ബയോകെമിസ്ട്രി സയന്റിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചു ഞാൻ, ഈ മെസഞ്ചർ RNA ആരുടെ മെസഞ്ചറാ? ആരുടെ മെസ്സേജാ ഇത് കൊണ്ട് നടക്കുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മെസഞ്ചർ എന്ന് മാത്രമേ അറിയുള്ളൂ. ഈ കൊണ്ട് നടക്കുന്ന മെസ്സേജ് ഈശ്വരന്റെയാ. ജഗദീശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നീ ഇന്നതെല്ലാം ആണെന്ന് പറഞ്ഞ് സൃഷ്ടിച്ച ആ മെസ്സേജ് ചെറിയ കുട്ടി നിലത്തിടയുന്നത് മുതൽക്ക് ചുട്ടയിൽ നിന്ന് ചുടല വരെ എത്തുമ്പോൾ അവനിൽ ഉണ്ടാകേണ്ട എല്ലാ ഗുണദോഷങ്ങളും, ചിലപ്പോ MLA ആവും, ചിലപ്പോ മന്ത്രിയാവും, ചിലപ്പോ ഇവരുടെ എല്ലാം കീഴില് നിരന്തരം ദുരിതം അനുഭവിക്കേണ്ട സൂപ്പർ IAS-കാരനാവും, ചിലപ്പോ ഇതൊന്നും ഇല്ലാതെ അവനവനെ പോലും ചികിത്സിക്കാൻ പറ്റാത്ത ഡോക്ടറാവും. ഇങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരായി മാറാൻ വേണ്ടിയിട്ട് DNA-യും RNA-യും എഴുതി വിട്ടിട്ടുണ്ട്. The messenger, that is the God, the Almighty, the nature, the powerful thing behind that is working for that. അതാണ് ബയോകെമിസ്ട്രി ഭാരതീയര് പറഞ്ഞിരുന്നത്.
അങ്ങനെ ശരീരത്തെക്കുറിച്ച് നോക്കുമ്പോൾ 1945 വരെ ശരീരം ഒരു മെഷീനായിരുന്നു. പക്ഷെ ഭാരതത്തിൽ അതായിരുന്നില്ല. ശരീര മനസോ യോഗ പരസ്പരം അനുവ്രജേത് ആധാര ആധേയഭാവേന തപ്താജ്യാഘടയോരിവ. ശരീരവും മനസ്സും പരസ്പരം സമഗ്രമായി ചേർന്നിരിക്കുന്ന അവാച്യമായൊരു പ്രത്യേക രൂപമാണ് മനുഷ്യൻ. മനസ്സിനേൽക്കുന്ന ഏതാഘാതവും ശരീരത്തെയും, ശരീരത്തിനേൽക്കുന്ന ഏതാഘാതവും മനസ്സിനെയും ബാധിക്കും. മറിച്ചാണെങ്കിൽ മനസ്സിന് സന്തോഷമാണെങ്കിൽ ശരീരത്തിനും, ശരീരത്തിന് സന്തോഷമാണെങ്കിൽ മനസ്സിനെയും അത് സ്വാധീനിക്കുമെന്ന് പറയുന്ന സിദ്ധാന്തം സുശ്രുതൻ BC 700 എഴുതിയതാണ്. കുറച്ചും കൂടി പുറകോട്ട് പോകണമെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ BC 2000 ആണെന്ന് തോന്നിയാൽ തെറ്റൊന്നുമില്ല. ആ ഭാഷയാ സുശ്രുതൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത്രയും ഉജ്ജ്വലമായ ആ സിദ്ധാന്തം 1993 വാഷിംഗ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ദീപക് ചോപ്രയുടെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം ഡോക്ടർമാര് പരീക്ഷണത്തിന് വിധേയമാക്കി. ശരീരവും മനസ്സും പരസ്പരം യോജിച്ചാണ് ഇരിക്കുന്നത് എങ്കിൽ ശരീരത്തിനേൽക്കുന്ന ആഘാതം മനസ്സിനും, മനസ്സിനേൽക്കുന്നത് ശരീരത്തിനും ഏൽക്കുന്നു എങ്കിൽ ശരീരത്തെ ചികിത്സിക്കേണ്ട സ്ഥാനത്ത് മനസ്സിനെ ചികിത്സിച്ചാൽ ശരീരം ഭേദമാകുമോ? ഇതായിരുന്നു 1993 6 വർഷം മുമ്പ് ഡോക്ടർ ദീപക് ചോപ്ര നടത്തിയത്. ആ പരീക്ഷണം മുഴുവനും നടത്തിയത് ആരിലായിരുന്നു എന്നറിയാമോ? ക്വാണ്ടം ഹീലിംഗ് എന്ന ഉജ്ജ്വലമായ ആ സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ച് നടത്തിച്ചത് 2000-ഓളം വരുന്ന എയ്ഡ്സ് രോഗികളും ക്യാൻസർ രോഗികളും ഹാർട്ട് രോഗികളിലുമായിരുന്നു. 3 വിഭാഗം. ആ 3 വിഭാഗത്തിനും അത്യന്താധുനിക ശാസ്ത്രം എഴുതിക്കൊടുത്ത ആയുസ് 8 ദിവസം മുതൽക്ക് 24 ദിവസം വരെ ഈ രോഗികൾ ജീവിക്കും, അതിനിടയ്ക്ക് മരിച്ചു പോകുമെന്നായിരുന്നു. അങ്ങനെ 24 25 ദിവസത്തിനുള്ളിൽ മരിക്കുമെന്ന് ആധുനിക ശാസ്ത്രം മുദ്രപത്രത്തിൽ എഴുതിക്കൊടുത്ത രോഗികളെ വാഷിംഗ്ടൺ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടർഗ്രൗണ്ടിലെ ഒരു വലിയ ഹാളില് നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. ഇവിടത്തെ തിരുമേനിമാർ എഴുന്നേൽക്കുന്നത് പോലെ കുളിക്കണം. ആരും ഹിന്ദുക്കളല്ല, ആർക്കും യജ്ഞോപവീതവും ഇല്ല, ആരും ജാതി വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും വൈറ്റാണ്. അമേരിക്കക്കാരായ ക്രിസ്ത്യാനികളാണ്. അവർക്ക് ഒരു പ്രത്യേകത മാത്രം, ക്രിസ്തുവിൽ വിശ്വാസം ഇല്ല. അങ്ങനെയുള്ള ആ വൻ സമൂഹത്തെ അവിടെ നിർത്തിക്കൊണ്ട് ഭഗവത്ഗീതയുടെ മന്ത്രം ചൊല്ലും, ഓംകാരം ചൊല്ലും, തലയ്ക്ക് കൈവച്ച് മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കും. മനസ്സിനോട് പറയും നിങ്ങളുടെ ശരീരത്തെ ചികിത്സിപ്പിക്കുക. ആ മനസ്സത് ഏറ്റുപറഞ്ഞു. സുശ്രുതന്റെ വരി, applied science in this decade in Washington Health Institute under the leadership of Dr. Deepak Chopra plus 6 ഇസ്രായേൽ ഡോക്ടേഴ്സ്. ഇവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ചികിത്സിച്ച പലരും 7 8 വർഷം കഴിഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്നു. ക്വാണ്ടം ഹീലിംഗ് ഈസ് ദ മെഡിക്കൽ സിസ്റ്റം ഓഫ് 21st century. ഈ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സുകൃതം എന്ന സിനിമ കാണുക. സുകൃതം എന്ന സിനിമയുടെ തീം ക്വാണ്ടം ഹീലിംഗ് ആണ്. ബ്ലഡ് ക്യാൻസർ പേഷ്യന്റിനെ മന്ത്രവും തന്ത്രവും ഭസ്മവും ഗുരുതിയും ചന്ദനവും പുഷ്പവും ധ്യാനവും മോഡേൺ മെഡിസിനും ഇന്റഗ്രേറ്റഡ് ഇതെല്ലാം ഉപയോഗിച്ച് ചികിത്സിക്കുന്ന സമ്പ്രദായം ലോകം അംഗീകരിച്ചിരിക്കുന്നു. ലോകത്തിൽ ഒരൊറ്റ പേപ്പർ മാത്രമേ ജേണൽ ഓഫ് അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റി, അമേരിക്കൻ മെഡിക്കൽ കെമിക്കൽ സൊസൈറ്റി റിജക്ട് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ രോഗികളെ ചികിത്സിക്കാമെന്ന് ഡോക്ടർ ദീപക് ചോപ്ര പരീക്ഷണം നടത്തി വിജയിച്ച് എഴുതിക്കൊടുത്ത പേപ്പർ 1991 പ്രസിദ്ധീകരിച്ച് അമേരിക്കയിലെ ഡോക്ടർമാർ എതിർത്തപ്പോൾ അത് മാപ്പ് പറഞ്ഞു പിൻവലിച്ചു. ആ പേപ്പർ ഞങ്ങൾ എഴുതിയത് ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ വക്രബുദ്ധിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ആ പേപ്പർ പിൻവലിച്ചു. പക്ഷെ മിഷിഗൺ യൂണിവേഴ്സിറ്റി, ഇല്ലിനോയിസ് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ സ്ഥലങ്ങളില്
അവിടെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്കറിയാത്തതെല്ലാം തെറ്റാണെന്ന് പറയുന്ന കേരളീയ സ്വഭാവം അവിടെ ഇല്ല. ഇവിടെ ജ്യോതിഷം തെറ്റാണെന്ന് പറയാൻ എത്ര പേരെ വേണമെങ്കിലും കിട്ടും. കാരണം അവർ ജ്യോതിഷം വായിച്ചിട്ടില്ല. ജ്യോതിഷം വായിക്കാത്തവർക്ക് ഇത് തെറ്റാണെന്ന് പറയാൻ എന്താ വിഷമമുള്ളത്? സൂര്യൻ സ്ത്രീയാണ്, സൂര്യൻ പുരുഷനാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു യുക്തിവാദികൾ തിരുവനന്തപുരത്ത് ഒരു വലിയ സമ്മേളനം നടത്തി. സൂര്യൻ സ്ത്രീയായാൽ ഇവർക്കെന്താ, പുരുഷനായാൽ ഇവർക്കെന്താ, ഇത് രണ്ടും അല്ലെങ്കിൽ ഇവർക്കെന്താ? അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അയാളെ പുരുഷനാക്കാൻ സാധ്യമല്ല. ആരെ? സൂര്യൻ. സൂര്യനാണോ ഇവിടുത്തെ മുഖ്യമന്ത്രി? അപ്പൊ സൂര്യൻ പുരുഷനായാൽ നിങ്ങൾക്ക് കുഴപ്പമെന്താ? അത് പുരുഷ മേധാവിത്വമാണ്. അത്രേ കുഴപ്പമുള്ളോ? അപ്പൊ ചന്ദ്രൻ സ്ത്രീയല്ലേ? അത് കുറച്ച് ചെറുതാ, രാത്രി മാത്രം വരുന്നതാ. ഒരു കാര്യം ചെയ്യാം, ഒരു ദിവസം സൂര്യനെ പുരുഷനാക്കുക, ഒരു ദിവസം സ്ത്രീയാക്കുക. ഇത് കുഴപ്പമില്ലല്ലോ. അത് പറഞ്ഞാലൊന്നും പറ്റില്ല. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. എന്താ നിങ്ങളുടെ ചോദ്യം? കുറച്ചും കൂടി ആലോചിച്ചിട്ട് പറയാം. അതാണ് ചോദ്യം, അറിഞ്ഞൂടാ. അപ്പൊ അറിയാത്തത് തെറ്റാണെന്ന് കേരളീയരെ പോലെ അവര് പറയില്ല. പേപ്പർ വിഡ്രോ ചെയ്ത ഉടനെ 16 സ്ഥലങ്ങളില്, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, 16 സ്ഥലങ്ങളില് ക്വാണ്ടം ഹീലിംഗ് തെറ്റാണോ ശരിയാണോ എന്ന് പഠിക്കാൻ വേണ്ടി അതാത് യൂണിവേഴ്സിറ്റിക്കാർ ഗ്രൂപ്പ് ഉണ്ടാക്കി. എന്നിട്ട് ഡോക്ടർ ദീപക് ചോപ്രയുടെ ഈ സിദ്ധാന്തം എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 2 മുതൽക്ക് 4 മണി വരെ 2 മണിക്കൂർ മനസ്സിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഡെമോൺസ്ട്രേഷൻ ടിവിയിൽ കാണിച്ചു. 60 ലക്ഷം ആൾക്കാരാണത് കണ്ടിരുന്നത്. ദൂരെ മാറി നിന്ന്, 2 മീറ്റർ ദൂരെ മാറി നിന്ന് തെക്കോട്ടും വലത്തോട്ടും തെക്കോട്ടും വടക്കോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന പെൻഡുലത്തെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും മനഃശക്തി കൊണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം. 2 മീറ്റർ മാറി നിന്ന്, കൈകൊണ്ട് തൊട്ടിട്ടല്ല. ഈ ടിവിയിലെ ഇന്റർവ്യൂ ചെയ്യുന്ന ആ വ്യക്തിയുടെ വാച്ച് 1.5 മീറ്റർ അകലെ മാറി നിന്നത് നിർത്തി. അതുപോലെ ദൂരെ മാറി നിന്ന് ഈ വ്യക്തിയെ ഉറക്കി. ഇത് മുഴുവനും ടിവിയിലൂടെ കണ്ടപ്പോൾ they could understand Dr. Deepak Chopra is not just like a spiritual leader. ഒരു സ്പിരിച്വൽ മനുഷ്യനൊന്നുമല്ല, അദ്ദേഹം ഒരു ഡോക്ടർ തന്നെയാണ്. കപ്പാസിറ്റിയുള്ള സുശ്രുതൻ പറഞ്ഞിരിക്കുന്ന വരി പ്രായോഗിക ബുദ്ധിയിലൂടെ തെളിയിച്ച ഡോക്ടറാണ്. 16 ഗ്രൂപ്പ് നടത്തിയ എക്സ്പെരിമെന്റും ശരിയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ റിജക്ട് ചെയ്ത പേപ്പർ, അപ്പോളജി കൊണ്ട് റിജക്ട് ചെയ്ത പേപ്പർ, വിഡ്രോ ചെയ്ത പേപ്പർ, മറിച്ചൊരു അപ്പോളജി കൊടുത്ത് അതേ പേപ്പർ അവർ 2ാമത്തെ പ്രാവശ്യം പബ്ലിഷ് ചെയ്തു. 1992 അവസാനത്തില്. ഞങ്ങൾ ചെയ്തതാ തെറ്റ്. ആ ഡോക്ടർ ദീപക് ചോപ്രയുടെ 1998 പുസ്തകം ദ റിട്ടേൺ ഓഫ് ദ ഋഷി, ഋഷിയുടെ തിരിച്ചുവരവ്. അമേരിക്കയിൽ ഏത് ഋഷിയാ തിരിച്ചു വരുന്നത്? ഭാരതീയ സംസ്കൃതിയുടെ തിരിച്ചുവരവാണ് അദ്ദേഹം റിട്ടേൺ ഓഫ് ദ ഋഷി എന്ന പുസ്തകത്തിലാക്കിയിരിക്കുന്നത്. 6 മാസം കൊണ്ട് 1.5 കോടി കോപ്പി അമേരിക്കയിൽ മാത്രം ചെലവായി. ദ റെക്കോർഡ് സെയിൽസ് ഓഫ് എനി ബുക്ക് വിച്ച് ഹാസ് ടേക്കൻ പ്ലേസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ദാറ്റ് ഈസ് ദ റിട്ടേൺ ഓഫ് ദ ഋഷി. ലോകത്തിലെ സർവകാല റെക്കോർഡും ഭേദിച്ചുകൊണ്ട് റിട്ടേൺ ഓഫ് ദ ഋഷി 1 വർഷത്തിൽ 15ാമത്തെ എഡിഷൻ വരികയാണ്. ഇറ്റ് ഈസ് ദ അപ്രൂവൽ ഓഫ് ഇന്ത്യൻ സിസ്റ്റം. ഭാരതത്തിന്റെ ചിന്താധാരകള് അമേരിക്ക അസന്നിഗ്ധമായി അപ്രൂവ് ചെയ്യുന്നതിന്റെ സത്യം അതാണ്. 2014 അമേരിക്കൻ ജനസംഖ്യയുടെ 82% ഹിന്ദുക്കളായി തീരുമെന്ന് അവർ അടിവരയിട്ട് പറയുന്നു. 2014 ഇന്ന് ജനിച്ച കുട്ടി 8ാം ക്ലാസ്സിലെ എക്സാമിനേഷൻ എഴുതുന്ന ദിവസം 14 വർഷം. അന്ന് അമേരിക്കൻ ജനസംഖ്യ not less than 3/4 of the total number will be converted to Hindu dharma. അതാണ് അമേരിക്കയിലെ സിറ്റുവേഷൻ. അതായിരിക്കും അവിടെ നടക്കുന്നത്. അത് കാണാൻ സാധിച്ചതാണ്. ഈ ചിന്താധാര അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. മനുഷ്യന്റെ ഓരോ കാര്യത്തെക്കുറിച്ചും മനഃശക്തിയെക്കുറിച്ച് ടോട്ടൽ ഇന്റഗ്രേഷൻ സിസ്റ്റം, 670 മെഡിസിൻസ്, മോഡേൺ മെഡിസിൻസിലെ 250 കഴിഞ്ഞ 2 വർഷമായിട്ട് അമേരിക്ക ബാൻ ചെയ്തു. അമേരിക്കയിലെ ഡ്രഗ് ആ സ്ഥാനത്ത് അടിച്ചു കലക്കി വരുന്നത് ആയുർവേദ ഡ്രഗ്സ് ആണ്. 200 പേറ്റന്റ് 1 മാസം കൊണ്ട് അമേരിക്ക കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ ആയുർവേദ ഡ്രഗ്സിന്. ആയുർവേദ ചിന്താധാര ഇവിടുത്തെ മാർക്സിസ്റ്റുകാർ എഴുതിയതൊന്നുമല്ല. അനാദി മധ്യാന്തം അനന്തവീര്യം, അനാദികാലത്തെ സുശ്രുതനും ഭേളനും അഗ്നിവേശനും എഴുതിയ അതേ ചിന്താധാര 21ാം നൂറ്റാണ്ടിലേക്ക്
അത്യുത്തമമാണെന്ന് കണ്ടതുകൊണ്ടാണ് ഇത്രയും പേറ്റന്റ് വന്നത്. ഇവിടത്തെ കരിവേപ്പില പേറ്റന്റ് ചെയ്തിരിക്കുന്നു. ഇവിടത്തെ കരിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്ന പദം തന്നെ ഉണ്ട്, തന്നെ കരിവേപ്പിലയായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്നതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ എടുത്ത് കളയും. പക്ഷെ അവര് കരിവേപ്പില, മഞ്ഞപ്പൊടി പേറ്റന്റ് ചെയ്തിരിക്കുന്നു. മഞ്ഞപ്പൊടി എങ്ങനെയാ പേറ്റന്റ് ചെയ്യാ? മഞ്ഞ നിറമുണ്ട്, കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കൂമ്പാരമായിരിക്കും, ഒന്ന് അമർത്തിയാ പരന്നു വരും. ഇതിനെയും അവർ പേറ്റന്റ് ചെയ്തിരിക്കുന്നു. സോ ദി അമേരിക്ക ഈസ് ലീഡിങ് ടു ഇന്ത്യ. ഏത് സിസ്റ്റത്തിലാ ഭാരതമല്ലാത്തത്? ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം Y2K പ്രോബ്ലം ഓഫ് ദ കമ്പ്യൂട്ടർ. ഏതായാലും ഭാരതത്തിലെ ഋഷിവര്യന്മാര് ഈ ഭാരതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നില്ല. ആ കമ്പ്യൂട്ടറിന്റെ പ്രശ്നമാണ് Y2K, ഇയർ 2000 പ്രോബ്ലം. എന്താ ഇയർ 2000 പ്രോബ്ലം? വേറെ പ്രശ്നമൊന്നുമില്ല. 2 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഓരോ വർഷവും 22,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. 1999 കഴിഞ്ഞ് 2000 ആണ്ട് ആവുമ്പോഴത്തേക്കും അയാൾക്ക് 2 ലക്ഷത്തിന് 20,000 രൂപ അങ്ങോട്ട് കുറയും. അത്ര കാലം വരെ കൂടിക്കൊണ്ടിരുന്നതാ. എന്താ കുഴപ്പം? അവസാനത്തെ 2 അക്ഷരമുണ്ടല്ലോ, 91, 92, 93, 99 വരെയായി. 99 നിന്ന് 98 കുറച്ചാൽ 1 കിട്ടുക. 98 നിന്ന് 97 കുറച്ചാൽ 1 കിട്ടും. അവസാനത്തെ 2 അക്ഷരത്തിൽ നിന്ന് അതിന്റെ മുമ്പിലത്തെ 2 അക്കങ്ങൾ കുറച്ചാൽ 1 കിട്ടും. 2000 ആവുമ്പോ അവസാനത്തെ 2 അക്കം 00 ഈ 00 നിന്ന് 99 കുറച്ചാൽ എത്രയാ കിട്ടുക? -99. അപ്പൊ -99 വെച്ചിട്ട് കമ്പ്യൂട്ടർ അങ്ങോട്ട് പെരുക്കും. എങ്ങനെയാ പെരുക്കുക? ഗുണിക്കുക. അങ്ങനെ ഗുണിച്ചതിന് ശേഷം എന്ത് കിട്ടും? 2 ലക്ഷം ഡെപ്പോസിറ്റ് ഇട്ടവൻ ഇനി 2000 രൂപയും കൂടി ബാങ്കിന് കൊടുക്കേണ്ടി വരും. നെഗറ്റീവ് ആൻസർ വരും. അതാണ് Y2K പ്രോബ്ലം. അപ്പൊ ഈ Y2K പ്രോബ്ലം പരിഹരിക്കാൻ അവരെല്ലാ വഴിയും നോക്കി. സദ്ദാം ഹുസൈനെ വരെ ക്ഷണിച്ചു നോക്കി. താൻ ഇത് പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ താൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഇനി കുവൈറ്റിലേക്ക് പോവേ അറേബ്യയിലേക്ക് പോവേ എന്ത് ചെയ്താലും കുഴപ്പമില്ല. സദ്ദാം ഹുസൈൻ പറഞ്ഞു കമ്പ്യൂട്ടർ തന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോഴാണ് അവർ 2 കൈയും നിവർത്തി വെച്ചിട്ട് പുറകോട്ട് നോക്കിയത് 180 ഡിഗ്രി. അവിടെ കാണാൻ സാധിക്കും വേദിക് മാത്തമാറ്റിക്സ്. ഈ വേദിക് മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് $6 കോടി അമേരിക്കൻ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് Y2K പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേദിക് മാത്തമാറ്റിക്സ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള. ഈ വേദിക് മാത്തമാറ്റിക്സ് കണ്ടുപിടിച്ച സമയത്ത് അത് എഴുതിയ വ്യക്തി കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കമ്പ്യൂട്ടർ മോഡേൺ കണ്ടുപിടുത്തമാണ്. അതിനു പോലും ഭാരതീയ ചിന്താധാരകള് ഫൈനൽ ആൻസറായി വരുന്നു. മദ്രാസില് വളരെ പ്രസിദ്ധമായ ചാണക്യ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് Y2K പ്രോബ്ലത്തിന്റെ ഏതാണ്ട് 85% സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചാണക്യ സോഫ്റ്റ്വെയർ വേദിക് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചതാ. എവിടെ നിൽക്കുന്നു ഭാരതീയ ചിന്താധാരകള്? പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ബോട്ടണി ആയാലും സുവോളജി ആയാലും എൻവയോൺമെന്റൽ സയൻസ് ആയാലും ഫിസിക്സ് ആയാലും അന്തരീക്ഷത്തെക്കുറിച്ചുള്ള പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പമായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിരപുരാതനമായ ഭാരതീയ സങ്കല്പത്തിന്റെ ആദ്യ വാക്ക് എവിടെയായിരുന്നു? അവിടെയാണ് ആധുനിക ശാസ്ത്രത്തിന്റെ അവസാന വാക്ക്. സൈക്കോളജി എവിടെ നിൽക്കുന്നു? ഇന്ന് സൈക്കോളജി ഫോക്കസ് ചെയ്തിരിക്കുന്നത് 108 ഉപനിഷത്തുക്കളിൽ ഒരു ഉപനിഷത്തുണ്ട്, തുര്യോപനിഷത്ത്. തുര്യ ഉപനിഷത്ത്. മനസ്സിന് 16 സ്റ്റേറ്റ് ഉണ്ടെന്ന് പറയുന്നു. ഓംകാരത്തിന് 16 സ്റ്റേറ്റ് ഉണ്ട്, മനസ്സിന് 16 സ്റ്റേറ്റ് ഉണ്ട്. ആ 16 സ്റ്റേറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യാനാണ് സൈക്കോളജി ഇന്ന് ശ്രമിക്കുന്നത്. ഉജ്ജ്വലമായ ഒരു കോൺട്രിബ്യൂഷൻ തുര്യോപനിഷത്ത്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം കണ്ടുപിടിച്ച അതേ കോൺട്രിബ്യൂഷൻ. മാനേജ്മെന്റ് എവിടെ നിൽക്കുന്നു? ക്യാപിറ്റലിസ്റ്റിക് മാനേജ്മെന്റ് മാറുന്നു, കമ്മ്യൂണിസ്റ്റ് മാനേജ്മെന്റ് ഒന്ന് മാറ്റുന്നു. നടുക്കുകൂടി പറഞ്ഞ ശ്രീകൃഷ്ണന്റെ മാനേജ്മെന്റ് യൂസിംഗ് ധർമ്മ സമശത്രൗച മിത്രേച തഥാ മാന അപമാനയോഹോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിത തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത ഭക്തിമാൻ മേ പ്രിയോ നര. സ്തുതിയും നിന്ദയും നോക്കാതെ, ശീതവും ഉഷ്ണവും നോക്കാതെ, നന്മയും തിന്മയും നോക്കാതെ, സ്വധർമ്മം അഭിചാവേക്ഷ്യ ന വികമ്പിതുമർഹതി. നിന്റെ ധർമ്മം ചെയ്യുക. ഫോക്കസ് ഓൺ യുവർ ഡ്യൂട്ടി. നഹി കശ്ചിത് ക്ഷണമപി ജാതുത്തിഷ്ഠത്യ കർമ്മകൃത്. ജീവിതത്തിൽ ഭൂമിയിൽ ജനിച്ച സർവ്വതിനും ഒരു സെക്കൻഡ് പോലും
കർമ്മം ചെയ്യാതെ നിൽക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ 5100 വർഷം മുമ്പുള്ള അതേ വരിയാണ് ഫിലോസഫിയുടെ അവസാന വാക്കായി ഇന്ന് നിൽക്കുന്നത്. ഭാരതത്തിന്റെ ആത്മീയത എവിടെ നിൽക്കുന്നു? കേരളം ഭരിക്കുന്നത് ഇടതിൽ നിന്ന് ഏറ്റവും ഇടതായവരാ. ഒരു മനുഷ്യൻ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആവും. അത് കഴിഞ്ഞുള്ള ഡിഗ്രി MBBS, അത് കഴിഞ്ഞാൽ MD കഴിഞ്ഞാൽ FRCS, FRCS കഴിഞ്ഞാൽ MRCP, അത് കഴിഞ്ഞാലുള്ള ഡിഗ്രിയാണ് CPM. അങ്ങനെ അവസാനത്തെ പോയിന്റിൽ നിൽക്കുന്നവരാണ് നമ്മൾ ഭരിക്കുന്നത്. 4 മണിക്ക് എന്തിനാ ഈ അസംബ്ലി കോംപ്ലക്സിൽ രാവിലെ ആരും കാണാതെ ഗണപതി ഹോമം നടത്തിയത്? 5-6 നമ്പൂതിരിമാരെ വിളിച്ചു വരുത്തി. ഭാരതത്തിന്റെ ആത്മീയത എവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ അതൊരൊറ്റ ഉദാഹരണം മതി. മറ്റു അമേരിക്കക്കാർ ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്തു എന്ന് വരും. വേറെ ഒന്നും വേണ്ട. ഇവിടെയുള്ള 150 വർഷം മുമ്പ് എഴുതിയിരിക്കുന്ന ദാസ് ക്യാപിറ്റലോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എല്ലാം അദ്ദേഹം നോക്കി പോപ്പിന് കൊടുക്കാൻ. പോപ്പ് തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് കൊണ്ടുപോയി ഭഗവത്ഗീത കൊണ്ടുകൊടുത്തു. എന്താ ഇതിന്റെ അർത്ഥം? മെഡിറ്റേഷൻ, ക്ലിന്റൺ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. മെഡിറ്റേഷനെ കുറിച്ച് പരീക്ഷിച്ച് അവസാനം ഇലക്ട്രോഎൻസെഫലോഗ്രാം ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയിട്ട് അവർ ഒന്ന് കണ്ടുപിടിച്ചു. നോർമൽ ലെവലിൽ നിൽക്കുന്നവരുടെ ബ്രെയിൻ വേവ്സ് 13.7 ഹാർട്സ് ആണ്. അതിനെ പതുക്കനെ താഴ്ത്തി മെഡിറ്റേഷൻ, ഡീപ്പ് മെഡിറ്റേഷനിൽ എത്തുമ്പോൾ 7.3 ഹെർട്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ആധുനികമായ ഒരു സംവിധാനം ഉപയോഗിച്ചും ബ്രെയിൻ വേവ്സിനെ താഴ്ത്താൻ സാധ്യമല്ല. മെഡിറ്റേഷൻ കൊണ്ട് മാത്രം. അങ്ങനെ താഴ്ത്തിയാൽ എന്താ ഗുണം? 10 മിനിറ്റ് ഡീപ്പ് മെഡിറ്റേഷനിൽ ഇരിക്കുന്നതും അതുപോലെ തന്നെ 10 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നതും ബ്രെയിൻ ആക്ടിവേഷൻ ഒരേ എഫക്റ്റാണ്. ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യിക്കാൻ മെഡിറ്റേഷനെ പോലെ മറ്റൊന്നുമില്ല. അമേരിക്കയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സിലബസ് അനുസരിച്ച് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ ചാപ്റ്റർ മെഡിറ്റേഷൻ ആയിരിക്കണമെന്ന് നിയമം വന്നത് കഴിഞ്ഞ വർഷമാണ്. അമേരിക്കയിലെ, ഇന്ത്യയിലല്ല. അമേരിക്കയിൽ നിയമമുണ്ട് മെഡിറ്റേഷനെ കുറിച്ച് മെഡിക്കൽ ബുക്കിൽ ഉണ്ടായിരിക്കണമെന്ന്. അവിടെ മെഡിറ്റേഷൻ നിൽക്കുന്നു. ആത്മീയത ഇവിടം കൊണ്ട് അവസാനിച്ചില്ല. UNOയുടെ അകത്ത് പ്രവേശിക്കുന്ന ആരും ഗ്രാജുവേഷന് താഴെ ഉള്ളവരാകരുത് എന്ന് നിർബന്ധമുണ്ട്. അവിടുത്തെ സ്വീപ്പർമാർ പോലും ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അതിനകത്ത് ഗ്രാജുവേഷൻ ഇല്ലാത്ത ഒരൊറ്റയാളെ കയറിയിട്ടുള്ളൂ. 3ാം ക്ലാസ് പഠിച്ച അമൃതാനന്ദമയി ദേവി 187 രാഷ്ട്രങ്ങളെ അഭിസംബോധന ചെയ്ത് ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്ന് മലയാളത്തിൽ ആകാശത്തു നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന നദിയായി എല്ലാം കൂടി മഹാസാഗരത്തിലേക്ക് പോകുന്നത് എപ്രകാരമാണോ 187 രാഷ്ട്രങ്ങളുടെയും ചിന്താധാരകൾ ഒരുമിച്ച് ചേർന്ന് മഹാസാഗരമായി ലോക നന്മയ്ക്ക് പ്രവർത്തിക്കണമെന്നവർ പറഞ്ഞപ്പോൾ മിനിറ്റുകളോളം നീണ്ടുനിന്ന കരഘോഷം ആ UNOയുടെ അകത്തുണ്ടായി. 3ാം ക്ലാസ് പഠിച്ചവരെ UNOയിനകത്തേക്ക് കൊണ്ടുപോകാൻ അവസരം നൽകിയത് ഭാരതീയ ചിന്താധാരയുടെ വക്താവായതുകൊണ്ടാണ്. സത്യസായി ബാബയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ 70ാം ജന്മദിനം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതിൽ 3,10,000 പേര് വിദേശികളാണ്. 2,90,000 പേര് സ്വദേശികളും. ഈ 3,10,000 പേരെ പുട്ടപർത്തി എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ ഉൾക്കൊള്ളാൻ സാധ്യമല്ലെങ്കിൽ പോലും കൊതുകും പട്ടിയും പൂച്ചയും ആടുമുള്ള ഒരൊറ്റ ഗ്രാമം അകത്ത് പോയവർക്കറിയാം ഈ വേദനകളും ദുഃഖവുമെല്ലാം സഹിച്ച് 3,10,000 എങ്ങനെയാ പുട്ടപർത്തി ഉൾക്കൊണ്ടത്? അവിടെ വന്ന് താമസിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ഇവർക്ക് തോന്നാനുണ്ടായ വികാരം ഏതാണ്? സായിബാബ പ്രതിനിധാനം ചെയ്യുന്ന ഭാരതീയ ചിന്താധാരകള്, അത്യന്താധുനിക ചിന്താധാരകള്, അതാണ് അവരെ ആകർഷിച്ചത്. ഈ സായിബാബയുടെ പ്രസിദ്ധി അങ്ങനെ വളരെ വളരെ കയറി വന്നപ്പോഴത്തേക്കും പോപ്പിനൊരു സംശയം ഉണ്ടായി. ഈ സായിബാബയാണോ അന്തിക്രിസ്തു? അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ സെന്റ് പീറ്റേഴ്സ് ചർച്ചിലുള്ള പാർട്ടിയാണ് ഡോൺ മറിയോ മൊസോളിനി. ഇന്ത്യക്കാരനല്ല, ഏഷ്യയിലും ജനിച്ച ആളല്ല. ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവരുത് എന്നറിഞ്ഞ്
4-5 കന്യാസ്ത്രീകളോടും കൂടി ചേർത്ത് ഡോൺ മറിയോ മൊസോളിനിയെ സായിബാബയുടെ പുട്ടപർത്തിയിലേക്ക് അയച്ചു, ഇയാൾ അന്തിക്രിസ്തു ആണോ എന്ന് പരിശോധിക്കാൻ. ഡോൺ മറിയോ മൊസോളിനി സായിബാബയുടെ ഓരോ ചലനവും പരിശോധിച്ചുകൊണ്ടിരുന്നു. വളരെ സുദീർഘമായി പരീക്ഷിച്ച് 10 ദിവസം കഴിയുമ്പോൾ അദ്ദേഹം പോപ്പിന് റിപ്പോർട്ട് കൊടുത്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ തിരിച്ചില്ല, ഞാൻ ഇവിടെ കൂടാൻ പോവാം. ഇതൊരു കഥയല്ല. എ കാത്തലിക് പ്രീസ്റ്റ് വിസിറ്റ്സ് ബാബ എന്ന പുസ്തകം 52 രൂപയിൽ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മറ്റ് പല രാജ്യങ്ങളിലും അത് ബാൻഡാണ്, ഇന്ത്യയിൽ അത് അവൈലബിൾ. കാത്തലിക് പ്രീസ്റ്റ് വിസിറ്റ്സ് ബാബ. അവസാനം പോപ്പ് ഡോൺ മറിയോ മൊസോളിനിയോട് പറഞ്ഞു, അല്ല, താൻ തിരിച്ചു വരണം, സിവിയർ കോൺസിക്വൻസ് ഉണ്ടാകും. കുറെ കറസ്പോണ്ടൻസ് നടത്തി അവസാനം വളരെ സിവിയർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പോകുന്ന രീതിയിൽ ഒരു ലെറ്റർ കൂടി പോപ്പ് മൊസോളിനിക്ക് അയച്ചു. മൊസോളിനി വളരെ വലിയൊരു പേപ്പർ എടുത്ത് നടുക്കെഴുതി, ഓം ശാന്തി ശാന്തി ശാന്തി. അത് തിരിച്ചയച്ചു.